ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ് GB തീരുക. നമ്മുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നു. ആകത്ത് കിട്ടുന്ന 1.5 GB 2 GB ആണ് മാക്സിമം നമ്മുടെ കമ്പനി തരുന്നത്. അത് ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കോ വൈകുന്നേരം ആകുമ്പോഴേക്കോ തീരുന്നു. രാത്രിയാകുമ്പോൾ അത് കിട്ടുന്നേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് കമ്പനിക്കാരെ ചീത്ത പറയാൻ നിൽക്കും, കമ്പനിക്കാരെ തെറി വിളിക്കും, മനസ്സുഖം, അത്രയേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മുടെ ഫോണിൽ തന്നെ അതിനുള്ള ഉപാധികളുണ്ട്. അത് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സുകൾ നമ്മൾ എല്ലാം അലക്ഷ്യമായിട്ട് വച്ചതുകൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സെറ്റിങ്സുകൾ കറക്റ്റ് രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് MBs ലാഭിക്കാൻ കഴിയും. കമ്പനിക്കാരെ തെറിവിളിക്കേണ്ടി വരില്ല. അവർ കറക്റ്റായിട്ടാണ് നമുക്ക് തരുന്നത്. 1.5 GB 2 GB അവർ കറക്റ്റായിട്ടാണ് തരുന്നത്. നമ്മളാണ് പ്രശ്നക്കാർ. നമ്മൾ ചിന്തിക്കുക. ഓക്കെ, ബാക്കി നിങ്ങൾ ക്രോം ആപ്പ് ഓപ്പൺ ചെയ്യുക. ആ ക്രോം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വലത് ഭാഗത്തേക്ക് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ലൈറ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ലൈറ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനിപ്പോൾ എനേബിൾ ആയി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഓണാക്കി വെക്കുക. തീർച്ചയായിട്ടും ഒരുപാട് MB ഇവിടെ കാണുന്നുണ്ടോ, 49.33 MB ഡാറ്റ സേവ്ഡ് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. അതാണ് ഒരുപാട് ഡാറ്റാസ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവം. നമുക്ക് മൊബൈൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഈ ക്രോം ആപ്പാണ്. നമ്മൾ കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഓട്ടോ പ്ലേ ഇവിടെ ഓഫ് ചെയ്ത് വെക്കുക. പലരുടെയും അതിൽ ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് ഓഫ് ചെയ്ത് വെക്കുക. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റാസ് നമുക്ക് ലഭിക്കാൻ പറ്റും. ഈ ഓട്ടോ പ്ലേ എന്ന് പറയുന്ന നെക്സ്റ്റ് വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് MB പോവും. പിന്നെ വരുന്നത് വീഡിയോ ക്വാളിറ്റിയാണ്. വീഡിയോ ക്വാളിറ്റി ആൻഡ് പ്രിഫറൻസ് പറഞ്ഞിട്ട് അവിടെ ഓപ്ഷൻ കാണാം. ആ വീഡിയോ ക്വാളിറ്റി ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് പറഞ്ഞിട്ട് അവിടെ കാണാം ഒരുപാട്. അതിൽ ഡാറ്റ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഡാറ്റ സേവർ തന്നെ വെക്കുക, ഇല്ലെങ്കിൽ ഒരുപാട് MBs നിങ്ങൾക്ക് നഷ്ടമാകും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് MBs നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. മസ്റ്റ് കെയർ. നമ്മൾ യൂട്യൂബ് ആപ്പിലോട്ട് പോവുക. യൂട്യൂബ് ആപ്പിലോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് കാണുന്ന നമ്മുടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കാണും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. തീർച്ചയായിട്ടും നിങ്ങളത് ഓഫ് ചെയ്ത് വെക്കുക ഓട്ടോ പ്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓട്ടോ പ്ലേ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോസ് അടുത്ത വീഡിയോസിലേക്ക് ഓട്ടോമാറ്റിക് പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് MBs ഇവിടെ നഷ്ടമാകും. തീർച്ചയായിട്ടും നിങ്ങളത് കെയർ ചെയ്യേണ്ട കാര്യമാണ്. ഓഫ് ചെയ്ത് തന്നെ വെക്കുക. പിന്നെ വരുന്നത് വീഡിയോ ക്വാളിറ്റി ആൻഡ് പ്രിഫറൻസ് ആണ്. നിങ്ങൾ ആ വീഡിയോ ക്വാളിറ്റി ആൻഡ് പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡാറ്റ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. തീർച്ചയായിട്ടും നിങ്ങൾ ഡാറ്റ സേവറിൽ തന്നെ അത് വെക്കുക. ഹയർ പിക്ചർ ക്വാളിറ്റിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് MBs നിങ്ങൾക്ക് നഷ്ടമാകും. തീർച്ചയായിട്ടും നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യമാണ്. അത് ഡാറ്റ സേവറിൽ തന്നെ വെക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ വലതുഭാഗത്ത് കാണുന്ന 3 വരയില്ല അവിടെ ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിട്ട് കാണും. അവിടെ നമ്മൾ മൊബൈൽ ഡാറ്റ യൂസേജ് എന്ന് പറയുന്നൊരു സംഭവം കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. ഡാറ്റ സേവർ, നെവർ ഓട്ടോ പ്ലേ വീഡിയോസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഡാറ്റ സേവറിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓണാക്കി തന്നെ വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അത് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒരുപാട് MBs നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാൽ കാണാം ഓട്ടോമാറ്റിക് തന്നെ പ്ലേ ചെയ്യുന്നത്. അത് വേണ്ട, നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രം ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളത് നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് ഓൺ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നമുക്ക് വാട്സപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വലതുഭാഗത്ത് കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴോട്ട് പോകുമ്പോൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ അവിടെ കാണാം നെറ്റ്വർക്ക് യൂസേജ് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ്. അത് ഓൺ ചെയ്തിടുക. യൂസ്ലെസ് ഡാറ്റയല്ല, യൂസ്ലെസ്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ് തീർച്ചയായിട്ടും നിങ്ങളത് എനേബിൾ ചെയ്തിടുക. ഒരുപാട് ഡാറ്റാസ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഡാറ്റാസ് നമ്മൾക്ക് ലാഭിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്നത്. ഇനിയെങ്കിലും മസ്റ്റായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോകുമ്പോൾ അവിടെ സിസ്റ്റം ആപ്പ് അപ്ഡേറ്റർ എന്ന് പറഞ്ഞിട്ട് കാണും. പലരുടെ ഇതിൽ പലതിലായിരിക്കും. എൻ്റേത് റെഡ്മി 9 പ്രൈം ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നു. അവിടെ ഓട്ടോ അപ്ഡേറ്റ്സ് പറഞ്ഞ ഓപ്ഷൻ കാണും. ഓട്ടോ അപ്ഡേറ്റ്സ് നമ്മൾ എപ്പോഴും ഡോണ്ട് അപ്ഡേറ്റ് പറഞ്ഞിട്ട് കാണിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് MBs നമുക്ക് നഷ്ടമാകും. അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്പൊക്കെ
അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുക, ആവശ്യമുള്ള ആപ്പുകൾ മാത്രം അപ്ഡേറ്റ് ചെയ്യുക. അവിടെ ഡോണ്ട് അപ്ഡേറ്റ് എന്ന് തന്നെ കൊടുക്കുക. പലരുടെയും മൊബൈൽ പല തരത്തിലായിരിക്കും, പക്ഷേ എങ്കിലും കാര്യങ്ങളൊന്നും തന്നെയായിരിക്കും. ഓട്ടോ അപ്ഡേറ്റ് തന്നെയായിരിക്കും. ഓട്ടോ അപ്ഡേറ്റ് എപ്പോഴും ഡോണ്ട് അപ്ഡേറ്റ് പറഞ്ഞിട്ട് എനേബിൾ ചെയ്ത് ഇതാക്കി വെക്കുക. ഇവിടെ അപ്ഡേറ്റ് ഓൾ കാണുന്നില്ലേ, 128.8 MB എന്നൊക്കെ കാണിക്കുന്നത്. വീണ്ടും നമ്മൾ സെറ്റിങ്സിലോട്ട് തന്നെ പോവുക. സെറ്റിങ്സിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണും. നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇവിടെ എനേബിൾ ചെയ്ത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ അത്യാവശ്യം വേണ്ടത് മാത്രം ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക, ബാക്കി ഒക്കെ ഓഫ് ചെയ്തിടുക. കാരണം ഒരുപാട് ഈ നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് MBs നമുക്ക് നഷ്ടമാകുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ മാത്രം, അത്രയും അർജൻറ്റായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണണം, സ്ക്രീനിൽ കാണണം എന്നുള്ളതിൻ്റെ മാത്രം നമ്മൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടിടുക. അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ആപ്പിൽ പോയാൽ കാണാൻ പറ്റും, ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ സ്ക്രീനിൽ മെയിൻ സ്ക്രീൻ ബാറിൽ കാണുന്ന നോട്ടിഫിക്കേഷൻസാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് വേണ്ടാത്തതൊക്കെ ഓഫ് ചെയ്തിടുക. ആവശ്യമുള്ള അത്ര അർജൻറ്റെന്ന് നമുക്ക് കാണണം, മെയിൻ സ്ക്രീനിൽ നമുക്ക് കാണണമെന്ന് ഉദ്ദേശമുള്ളത് മാത്രം നമ്മൾ ഓൺ ചെയ്തിടുക. അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് MBs നമുക്ക് ലാഭിക്കാൻ കഴിയും. ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് MBs അനാവശ്യമായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് നമ്മുടെ മൊബൈൽ ഹോട്ട്സ്പോട്ടിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന സംഭവം ഓഫിൽ തന്നെ വയ്ക്കുക. അത് ഓണാക്കി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് അതിന് സെറ്റപ്പാക്കി. പലരും അതിന് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടാവില്ല. നിങ്ങളതിന് ഒന്നുകിൽ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് സെറ്റപ്പാക്കുക, അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ളവർ ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ MB ഒരുപാട് പോകും. മസ്റ്റായിട്ട് കെയർ ചെയ്യേണ്ട സംഭവമാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് MBs നമുക്ക് ലാഭിക്കാൻ കഴിയും. പലരും അശ്രദ്ധ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, മസ്റ്റ് കെയർ. പിന്നെ പറയാനുള്ളത് ടെലഗ്രാമിനെ കുറിച്ചാണ്. ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഇടതുഭാഗത്തായി കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോകുമ്പോൾ അവിടെ സ്റ്റോറേജിൻ്റെ ഓപ്ഷൻ കാണാം. നമുക്ക് ഡാറ്റ സ്റ്റോറേജ് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, ഇതൊക്കെ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ അനാവശ്യമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ഓഫ് ചെയ്തിട്ട് ആവശ്യങ്ങൾ മാത്രം നമുക്ക് ഓൺ ചെയ്തിടുക. ഇവിടെ ഗിഫ്റ്റ്സ്, വീഡിയോസ്, ഇതെല്ലാം ഓട്ടോ പ്ലേ മീഡിയയാണ്. ഓട്ടോ പ്ലേ നമ്മൾ എപ്പോഴും ഓഫ് ചെയ്ത് വിടണം. ഏത് ആപ്ലിക്കേഷൻ ആയാലും, നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം ആയാലും ഏതായാലും നമ്മൾ ഓട്ടോ പ്ലേ എപ്പോഴും ഓഫ് ചെയ്തിടുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് ഓൺ ചെയ്യുക. ഈ സെറ്റിങ്സുകൾ മാത്രം ഓണാക്കി വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റ എപ്പോഴും ഓഫാക്കി വയ്ക്കുക. അത് ഓണാക്കി വെക്കരുത്. യൂസ് ചെയ്യുമ്പോൾ മാത്രം അത് ഓണാക്കുക. അതുകൂടി മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇനിയും ഒരുപാട് ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.